ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പഞ്ഞി ദോശയും തേങ്ങ ചേർക്കാത്ത ഈ ചട്നിയുമാണ്. അപ്പോൾ ഈ ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇനി ഈ ദോശയും ചട്നിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയുമാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 5-6 എടുക്കാം. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കാം. മുളക് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റണം. മുളകിൻ്റെ പച്ച നിറമെല്ലാം മാറി മുളകിൻ്റെ പുറകിൽ ഒരു വെള്ള കളറായി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മുളകെല്ലാം മൂത്ത് മുളകിൻ്റെ പുറകിൽ ഇതുപോലെ വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് 3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൂടിപ്പോകരുത്, 3 അല്ലി മാത്രം മതി. ഇതിലേക്ക് ഞാനൊരു 6 കറിവേപ്പിലയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള പച്ചമണമെല്ലാം മാറി സവാള പുറമൊക്കെ ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ചട്നി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സവാളയെല്ലാം മൂത്ത് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. സവാള നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കരുത്. ചെറിയ ചെറിയ തരിയോടുകൂടി വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചട്നി ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല, ഈ കാണുന്ന പോലെ ഒരു തരിതരിപ്പോടുകൂടിയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചട്നി നല്ല തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചട്നി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ചട്നിയുടെ കൺസിസ്റ്റൻസി എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചെയ്യാം. തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് എടുക്കാം. കുറച്ച് ലൂസായിട്ടൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇഡ്ഡലിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുക്കാം. ദോശക്കാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചട്നി കാണുന്ന ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം പോലുമല്ല, കൂടുതൽ ലൂസും അല്ലാത്തൊരു പാകത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ചട്നിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് മൂപ്പിക്കണം. ഉഴുന്നുപരിപ്പ് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വഴറ്റണം. അപ്പോൾ ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോഴത്തേക്കും. ഉള്ളി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും മൂപ്പിക്കാം. ഇപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചട്നി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടുക് വറുത്തയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ചട്നി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായി നമ്മുടെ തേങ്ങയില്ലാത്ത ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്